നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കടലാക്രമണ സാധ്യത, ജാഗ്രതാ മുന്നറിയിപ്പ്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പൊതുജനങ്ങൾ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിലാണ് പ്രതിഭാസം ഭീഷണിയാകാൻ സാധ്യതയെന്ന് അറിയിപ്പുണ്ട്. കുക്കർ പൊട്ടിത്തെറിച്ച അപകടം, 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഹോട്ടലിലെ കുക്കർ പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. ഹോട്ടലിലെ തൊഴിലാളികളായ സിറാജിനും മറ്റൊരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത്. സ്ത്രീയുടെ നില ഗുരുതരമാണ്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഹോട്ടലിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് സിറാജ്. സിറാജിന്റെ കൈക്കും നെഞ്ചിലുമാണ് പൊള്ളലേറ്റത്. ഇരുവരെയും ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പൊള്ളലേറ്റ സ്ത്രീയെ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അമ്പലപ്പുഴയിൽ വാഹനാപകടം, യുവാവ് മരിച്ചു. ഇൻസുലേറ്റഡ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. എടത്വ ചങ്ങനകഴി പത്തിൽച്ചിറ വീട്ടിൽ KV തമ്പിയുടെ മകൻ അശ്വിൻ തമ്പിയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ദേശീയപാതയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. അമ്പലപ്പുഴയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന അശ്വിന്റെ ബൈക്കിൽ ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് ദിശയിലേക്ക് പോവുകയായിരുന്ന വാനാണ് ഇടിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോട്ടയം വെള്ളൂപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. നാട്ടാശ്ശേരി സ്വദേശി അക്ഷയ് കുമാറാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പാറമ്പുഴ സ്വദേശി റോസ്മോഹനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരും നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലെത്തിയതായിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30യോടെയായിരുന്നു അപകടം നടന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രോസിക്യൂട്ടർ BJP സ്ഥാനാർത്ഥി. മുംബൈ ഭീകരാക്രമണ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഉജ്വൽ നിഗത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി BJP. മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്നുമാകും ഉജ്വൽ മത്സരിക്കുക. സിറ്റിംഗ് MP പൂനം മഹാജനെ തഴഞ്ഞാണ് ഉജ്വൽ നിഗമിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണ പൂനത്തിന് വിജയസാധ്യതയില്ലെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് സീറ്റ് മാറ്റം. 1993 മുംബൈ സ്ഫോടനം, ഗുൽഷൻ കുമാർ കൊലപാതകം, പ്രമോദ് മഹാജൻ കൊലപാതകം, 2013 മുംബൈ കൂട്ടബലാത്സംഗ കേസ് തുടങ്ങി നിരവധി കേസുകൾ വാദിച്ച ആളാണ് ഉജ്വൽ. തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മെയ് 20-നാണ് മുംബൈയിൽ പോളിംഗ്.